ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബസോറ ഓൺലൈൻ മീഡിയയുടെ ഈ ഉദ്യമത്തിലേക്ക്, ഈ ദൈവവചന ശുശ്രൂഷയിലേക്ക് കേൾവിക്കാരായ എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു, സ്നേഹവന്ദനം അറിയിക്കുന്നു. വിസ്ഡം ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ജ്ഞാനം ദൈവത്തിന്റെ ദാനം എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ച് അല്പമായി നിങ്ങളോട് ചില ചിന്തകൾ പങ്കിടുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി, പ്രത്യേകിച്ചും യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നാം രണ്ടു തരം ജ്ഞാനത്തെക്കുറിച്ച് അവിടെ വായിക്കുന്നുണ്ട്. ഒന്ന് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം, ഒന്ന് ഭൗമികമായ ജ്ഞാനം അഥവാ ഭൂമിയിൽ നിന്നുള്ള ജ്ഞാനം. വിസ്ഡം ഫ്രം എബവ് ആൻഡ് വിസ്ഡം ഫ്രം ബിലോ. വിസ്ഡം ഫ്രം എബവ് മീൻസ് വിസ്ഡം ഫ്രം ഹെവൻ, സ്വർഗത്തിൽ നിന്നുള്ള ജ്ഞാനം. വിസ്ഡം ഫ്രം ബിലോ എന്ന് പറയുമ്പോൾ ഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച്, ഭൗമികമായ വസ്തുക്കളെ കുറിച്ചുള്ള അറിവിനെയാണ് വിസ്ഡം ഫ്രം ബിലോ, താഴെ നിന്നുള്ള ജ്ഞാനം എന്ന് പറയുന്നത്. ഈ രണ്ട് ജ്ഞാനത്തിന്റെയും വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായി യാക്കോബിന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നു. ഭൂമിയിൽ നിന്നുള്ള ജ്ഞാനത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ശാസ്ത്രത്തെക്കുറിച്ചാണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വളരെയധികം അറിവ് മനുഷ്യരാശിക്ക് ഉണ്ടാക്കി കൊടുത്തു. അതിലൂടെ വലിയ നേട്ടങ്ങൾ മനുഷ്യരാശിക്ക് കൈവരുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ അറിവിനെ, ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങളെയും ശാസ്ത്രത്തിന്റെ പുരോഗതിയെയും ഒക്കെ വലിയ വലിയ കാര്യങ്ങളായി മനുഷ്യൻ എപ്പോഴും പരിഗണിക്കാറുണ്ട്. എന്നാൽ അതിൻ്റെ ഒരു പരിമിതി ഉണ്ടെന്നുള്ളത് യഥാർത്ഥമായി നമുക്ക് പലപ്പോഴും മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നില്ല. മനുഷ്യൻ ഒരു വസ്തുവിന്റെ ഏറ്റവും ചെറിയ കണികയായ ആറ്റത്തെ വിഭജിക്കുവാനായിട്ട് മനുഷ്യന് അതിന്റെ കണ്ടുപിടുത്തം നടത്തുവാനായിട്ട് കഴിയും. ആറ്റോമിക് പവർ, അണുശക്തി, അത് എത്രമാത്രം മനുഷ്യന് പ്രയോജനപ്പെടുന്നു എന്ന് കണ്ടെത്തുവാനും കഴിയും. പക്ഷെ അതിനൊരു മറുപുറമുണ്ട്. അതേ ആറ്റം ഉപയോഗിച്ച് വിദ്യുശക്തി ഉൽപ്പാദിപ്പിക്കാം. അതുപോലെ ഈവൻ ന്യൂക്ലിയർ മെഡിസിൻ, വൈദ്യശാസ്ത്ര രംഗത്ത് അതിന്റെ സംഭാവനകൾ ഉപയോഗിച്ച് നൂതനമായ ചികിത്സകൾ നടത്താം. അതേസമയം തന്നെ ആറ്റം ബോംബ് കൊണ്ട് മനുഷ്യരാശിയെ നശിപ്പിക്കുകയും ചെയ്യും. അപ്പോ ഒരു ശാസ്ത്രത്തിന്റെ ഒരു കണ്ടുപിടുത്തം തന്നെ മനുഷ്യന് രണ്ട് വ്യത്യസ്ത അനുഭവങ്ങളിലേക്ക്, ഒന്ന് നന്മയ്ക്കായി തീരുന്നെങ്കിൽ അതിന്റെ മറുപുറം മനുഷ്യരാശി ഇന്ന് ഏറ്റവും പേടിക്കുന്നത് ആറ്റം ബോംബുകളെയാണ്. അതുപോലെ അനേക കാര്യങ്ങൾ നാം നോക്കിയാൽ വൈദ്യശാസ്ത്ര രംഗത്തുണ്ടായ കണ്ടുപിടുത്തങ്ങൾ മൂലം മനുഷ്യന്റെ ആയുസ് കൂട്ടുവാനായിട്ട് കഴിയും. മനുഷ്യന് പല രോഗങ്ങൾക്കുമുള്ള മരുന്നുകളെ കണ്ടുപിടിക്കുവാനായിട്ട് കഴിയും. പക്ഷെ അതിനെല്ലാം തന്നെ ഒരു സൈഡ് എഫക്റ്റ്, അതിന് മറ്റൊരു അനന്തര ഫലം കൂടെ അതിനെല്ലാം. പല മരുന്നുകളും കിഡ്നിയെയും ഹാർട്ടിനെയും ഒക്കെ ബാധിക്കുന്നത്, അതുപോലെ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ മരുന്നുകൾ തന്നെ ആയുസ് കൂട്ടുമ്പോൾ തന്നെ മനുഷ്യന്റെ കഷ്ടത വർദ്ധിപ്പിക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. രാസവളങ്ങൾ, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, അത് മനുഷ്യന്റെ വിളവ് വർദ്ധിപ്പിച്ചു. അതേസമയം തന്നെ മനുഷ്യനിൽ വിഷാംശം മനുഷ്യന്റെ ഉള്ളിൽ ചെല്ലുവാൻ, മനുഷ്യനെ രോഗഗ്രസ്തമാകുവാനായിട്ട് ഇടയായി. അപ്പോ അറിവിന്റെ ഒരു പരിമിതിയെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ആ നേട്ടങ്ങൾ മനുഷ്യന് ദോഷം വരുത്തുന്നു എന്ന് മാത്രം ചൂണ്ടിക്കാണിക്കുവാനല്ല, നന്മ ഉണ്ടാകുമ്പോൾ തന്നെ അതിന് മറ്റ് പരിണിത ഫലങ്ങളും അനന്തര ഫലങ്ങളും ഉണ്ടായി മനുഷ്യരാശി കഷ്ടത്തിലാകുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പിന്നെ ഭൂമിയിൽ നിന്നുള്ള അറിവിന്റെ മറ്റൊരു പരിമിതി എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും നിങ്ങൾ ചില ഡിക്ഷണറികളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് സയൻസ് എന്നുള്ളതിന്റെ നിർവചനം കാണുവാനായിട്ട് കഴിയും. ഞാനൊരു ഡിക്ഷണറി പരിശോധിച്ചപ്പോൾ അതിപ്രകാരമാണ് കണ്ടത്: സയൻസ് ഈസ് ദ നോളജ് ഒബ്റ്റൈൻഡ് ത്രൂ ഒബ്സർവേഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് ഫാക്ട്സ്. ശാസ്ത്രം എന്ന് പറയുന്നത് നിരീക്ഷണങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അറിവുകളും അതുപോലെ വസ്തുതകൾ പരിശോധിച്ച് ലഭിക്കുന്ന അറിവുകളുമാണെന്ന് അതിൽ നിന്ന് ആ നിർവചനത്തിൽ കാണുവാനായിട്ട് കഴിയും. കാണുന്നതിനെ നിരീക്ഷിച്ച്, ഒരു ചെടി എങ്ങനെ വളരുന്നു എന്ന് നിരീക്ഷിച്ച് അതിനെ പരിശോധിക്കുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന ചെടികളെ കുറിച്ചുള്ള അറിവിന് ആ ശാസ്ത്ര ശാഖയ്ക്ക് നാം ബോട്ടണി എന്ന് പറയും. അതുപോലെ മൃഗങ്ങള്, അതിനെയൊക്കെ, മൃഗങ്ങളും ജീവികളെയും ഒക്കെ പഠിക്കുമ്പോൾ ആ ശാസ്ത്ര ശാഖയ്ക്ക് സുവോളജി എന്ന് പറയും. നക്ഷത്രങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ കാണുന്ന നക്ഷത്രങ്ങളെ കുറിച്ചും അതിനെക്കുറിച്ചുള്ള അറിവുകളൊക്കെ മനുഷ്യന് നേടുന്നു. അത് അസ്ട്രോണമി എന്ന് പറയും.
അതുപോലെ കാണുന്ന കാര്യങ്ങളെ നിരീക്ഷിച്ച് ധാരാളം അറിവ് സമ്പാദിക്കുവാനായിട്ട് സയൻസിന് കഴിയും. അതുപോലെ വസ്തുതകൾ പരിശോധിച്ച് ഓരോ വസ്തുതയും വിശകലനം ചെയ്ത് ലഭിക്കുന്ന അറിവ്, ഇതിനെയാണ് സയൻസ് എന്ന് പറയുന്നത്. അപ്പൊ സയൻസിന്റെ ഒരു പരിമിതി എന്ന് പറയുന്നത് അതിന് കാണുന്ന കാര്യങ്ങളെ കുറിച്ച്, കാണാത്ത ഒന്നിനെ കുറിച്ച് നമുക്കൊരു അറിവ് തരുവാൻ സയൻസിന് കഴിയുകയും. മനുഷ്യൻ അന്തരീക്ഷത്തിൽ ടെലസ്കോപ്പുകളൊക്കെ സ്ഥാപിച്ചു. ഭൂമിയിൽ നിന്നും വളരെ ദൂരം ഉയരത്തിൽ ഹബിൾ ടെലസ്കോപ്പ് സ്ഥാപിച്ചു. ആ ദൂരദർശിനി ഉപയോഗിച്ച് അനേക നക്ഷത്രങ്ങളെ കുറിച്ചുള്ള, വളരെ ദൂരെ സ്ഥിതി ചെയ്യുന്ന നക്ഷത്രങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചു. ഇപ്പൊ പുതിയൊരു ജെയിംസ് വെബ് ടെലസ്കോപ്പ് എന്ന് പറയുന്ന ഒരു ടെലസ്കോപ്പ് ഇപ്പോ അന്തരീക്ഷത്തിൽ നിന്ന് വളരെ ഉയരത്തിൽ സ്ഥാപിച്ച് കുറച്ചുകൂടി അറിവ് ലഭിച്ചു. അപ്പൊ കാണുന്നതിനെ കുറിച്ചുള്ള അറിവ് മാത്രം നേടിയെടുക്കുവാൻ, ലഭിക്കുവാൻ മാത്രമേ സയൻസിന് കഴിയുന്നുള്ളൂ, വസ്തുതകളെ പരിശോധിച്ചും നിരീക്ഷിച്ചു. എന്നാൽ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം എന്ന് പറയുന്നത് കാണാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള അറിവ് നമുക്ക് നേടിത്തരുന്നതാണ്. കാണാത്ത കാര്യങ്ങളെ കുറിച്ച് ആ അറിവ് എങ്ങനെയാണ് നാം സമ്പാദിക്കുന്നത്? ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസത്തെക്കുറിച്ച് പറയുകയാണ്. വിശ്വാസത്തെക്കുറിച്ച് ബൈബിൾ പറയുമ്പോൾ 11-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം. ഈ കാണുന്ന ലോകം സൃഷ്ടിക്കപ്പെട്ടത് കാണാത്ത ഒരു ലോകത്തിൽ നിന്നാണെന്നാണ് വേദപുസ്തകം നമ്മോട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. എബ്രായ ലേഖനം 11-ാം അധ്യായം, ബൈ ഫെയ്ത്ത് we understand that the universe was formed at God's command, so that what is seen was not made out of what was visible. What is seen is not made out of what is visible. What was visible. കാണുന്നത് കൊണ്ടല്ല, കാണാത്തതിനെ കൊണ്ടാണ് ഈ കാണുന്ന ലോകത്തെ സൃഷ്ടിച്ചത്. ദൈവത്തിന്റെ വചനത്താൽ കാണാത്ത ഒന്നിനെ കൊണ്ട് ഈ കാണുന്ന ലോകത്തെ സൃഷ്ടിച്ചു. അപ്പോ ശാസ്ത്രത്തിന്റെ പരിമിതി നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ശാസ്ത്രം മോശമാണെന്നോ ശാസ്ത്ര നേട്ടങ്ങൾ കുറച്ച് കാണിക്കുവാനോ ആയിട്ടോ അല്ല പറയുന്നത്. എന്നാൽ കാണാത്ത ഒന്നിനെ കുറിച്ച് അറിവ് തരുവാനായിട്ട് ശാസ്ത്രത്തിന് കഴിയില്ല. കാരണം അത് നിരീക്ഷിക്കുവാനോ പരീക്ഷിക്കുവാനോ കഴിയുകയില്ല. കാണാത്തതിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് തരുവാനായിട്ട് കഴിയുന്നത് വിശ്വാസത്തിന് മാത്രമാണ്. അത് വിശ്വാസത്താലാണ് നാം അറിയുന്നത്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. അങ്ങനെ ആ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം, കാണാത്തവയെ കുറിച്ചുള്ള അറിവ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യം. വാട്ട് എവർ ഈസ് സീൻ ഈസ് ടെമ്പറൽ ആൻഡ് വാട്ട് എവർ ഈസ് അൺസീൻ ഈസ് ഇറ്റേണൽ. കാണാത്തത് നിത്യമായിട്ടുള്ളതാണ്, കാണുന്നതൊക്കെ താൽക്കാലികമാണ്. നമുക്ക് വ്യക്തമായിട്ട് പരിശോധിച്ചാൽ അറിയാം, നാം കാണുന്ന ഈ സകലവും കാലക്രമത്തിൽ നശിച്ചു പോകുന്നതാണ്. ഏത് വസ്തുവിനും പിന്നീട് വൃദ്ധിക്ഷയങ്ങൾ സംഭവിക്കും. അത് ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വീട് പണിതാൽ കുറെ വർഷങ്ങൾക്ക് ശേഷം അത് നശിക്കും. ഒരു വണ്ടി വാങ്ങിയാൽ കുറെ വർഷങ്ങൾക്ക് ശേഷം നശിക്കും. നാം വാങ്ങുന്ന ഏത് ഉപകരണവും, നാം ഉണ്ടാക്കുന്ന എന്തും, ഈ നാം കാണുന്ന നമ്മുടെ ശരീരവും കുറെ വർഷങ്ങൾക്കപ്പുറം നശിച്ചു പോകുന്നതാണ്. എന്നാൽ കാണാത്തത് നിത്യമായിട്ടുള്ളതാണ്. ആ നിത്യമായതിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് തരുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് ഒരു ടെലസ്കോപ്പ് പോലെയാണ്, ഒരു ദൂരദർശിനിയാണ്. കാണാത്ത അനേക കാര്യങ്ങളെ വിശ്വാസത്തിന്റെ കണ്ണിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ വിശ്വാസത്തിന്റെ മറ്റൊരു പ്രത്യേകത, അതൊരു മൈക്രോസ്കോപ്പ് പോലെയാണ്. മൈക്രോസ്കോപ്പിൽ എന്താണ്? സൂക്ഷ്മാണുക്കളായ, കണ്ണിന് കാണാനേ കഴിയാത്ത കാര്യങ്ങളെ വലുതാക്കി കാണിക്കുവാനായിട്ട് മൈക്രോസ്കോപ്പിന് കഴിയും. അപ്പൊ ഈ രണ്ട് പ്രത്യേകതകളും വിശ്വാസത്തിനുണ്ട്. വിശ്വാസം കാണാത്ത അനേക കാര്യങ്ങളെ ഒരു വലിയ വാതായനം, വലിയൊരു ഡോർ ഓപ്പൺ ചെയ്യുകയാണ് നമ്മുടെ മുമ്പിലേക്ക്. അത് വിശ്വാസത്താലാണ് സാധിക്കുന്നതെന്ന് ദൈവത്തിന്റെ വചനം പറയും. എന്തിലുള്ള വിശ്വാസമാണ് എന്നുള്ളതാണ് ഇനിയും നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയം. സദൃശവാക്യം 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിലും അതുപോലെ 9-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിലും ഒക്കെ നാം വായിക്കുന്നുണ്ട്, ദൈവത്തെ അറിയുന്നത് തന്നെയാണ് വിവേകം. നോളജ്, ഫിയർ ഓഫ് ഗോഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. ദൈവത്തെ ഭയപ്പെടുന്നതാണ്, യഹോവ ഭക്തി
ജ്ഞാനത്തിന്റെ ആരംഭമാണ്. ആ സദൃശവാക്യം 15:33 നാം വായിക്കുന്നു, ദ ഫിയർ ഓഫ് ദ ലോർഡ് ടീച്ചസ് എ മാൻ വിസ്ഡം. ദൈവത്തെ കുറിച്ചുള്ള ഭയമാണ് മനുഷ്യനെ വിവേകത്തിലേക്ക് നയിക്കുന്നത്. ആ യഥാർത്ഥ വിവേകം എന്താണ്? ആ യഥാർത്ഥ വിവേകം എന്ന് പറയുന്നത് ലഭ്യമായ അറിവിനെ മനുഷ്യ നന്മയ്ക്കായി ഉപയോഗിക്കുവാനായിട്ട് കഴിയുന്നതിനെയാണ് യഥാർത്ഥ വിവേകം എന്ന് പറയുന്നത്. ആ വിവേകം എങ്ങനെ പ്രാപിക്കും? ദൈവത്തിൽ നിന്ന് മാത്രമേ പ്രാപിക്കുവാനായിട്ട് കഴിയൂ. അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനം 1 അധ്യായം 1 കൊരിന്ത്യർ 1 അധ്യായത്തില് അപ്പോസ്തലനായ പൗലോസ് അക്കാലത്തെ ഏറ്റവും പ്രശസ്തരായ തത്വജ്ഞാനികളായ ഗ്രീക്കുകാരോട്, ഗ്രീസിലുള്ളവരോട് പറയുകയാണ്, ലോകത്തിന്റെ ജ്ഞാനത്തിൽ ലോകത്തിന് ദൈവത്തെ അറിയുവാനായിട്ട് കഴിയാഞ്ഞത് കൊണ്ട് പ്രസംഗത്തിന്റെ പോഷത്വത്താൽ മനുഷ്യരെ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നിയെന്ന് 1 കൊരിന്ത്യർ 1 അധ്യായത്തിന്റെ 21 വാക്യത്തിൽ നാം വായിക്കുന്നു. ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായിക കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ പോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. മാൻ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ഗോഡ് ഇൻ വേർഡ്ലി വിസ്ഡം. മനുഷ്യന് ദൈവത്തെ ലോകത്തിന്റെ ജ്ഞാനത്തിൽ അറിയുവാൻ കഴിയുകയില്ല. എന്താണ് അവിടെ അർത്ഥമാക്കുന്നത്? മനുഷ്യന്റെ പരീക്ഷണ നാളുകൾക്ക്, മനുഷ്യന്റെ ടെസ്റ്റ് ട്യൂബുകൾക്ക്, മനുഷ്യന്റെ അറിവ് വെച്ച് ദൈവത്തെ അറിയുവാൻ, ദൈവത്തെ മനസ്സിലാക്കുവാൻ മനുഷ്യന് കഴിയത്തില്ല. ലോകത്തിന്റെ ഏത് ശാസ്ത്ര ശാഖയെടുത്ത് പരിശോധിച്ച് തെളിവുകൾ സമ്പാദിച്ചാലും ദൈവത്തെ മനസ്സിലാക്കുവാനായിട്ട് മനുഷ്യന് കഴിയുകയില്ല. ദൈവത്തെ അറിയുവാനായിട്ട് കഴിയുന്നത് എങ്ങനെയാണ്? വിശ്വസിക്കുന്നവർക്ക് മാത്രം. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോഴാണ് മനുഷ്യന് യഥാർത്ഥ ജ്ഞാനം ലഭിക്കുന്നത്. ദാറ്റ് ഈസ് ദ ട്രൂ വിസ്ഡം. കർത്താവായ യേശുക്രിസ്തുവിനെ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് പരിചയപ്പെടുത്തുന്ന അങ്ങനെയാണ്. ഇവിടെ 1 കൊരിന്ത്യർ 1 അധ്യായത്തിന്റെ 23 വാക്യം അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ യേശു ക്രിസ്തുവിനെ തന്നെ. ദൈവശക്തിയും ദൈവജ്ഞാനവുമായ യേശു ക്രിസ്തു. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ പവർ ഓഫ് ഗോഡ് ആൻഡ് ദ വിസ്ഡം ഓഫ് ഗോഡ്. ദൈവജ്ഞാനമായ യേശു ക്രിസ്തു. വീണ്ടും 1 കൊരിന്ത്യർ 1 അധ്യായത്തിന്റെ 30 വാക്യത്തിൽ പൗലോസ് ഇപ്രകാരം പറയുകയാണ്, നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക്, യേശു ക്രിസ്തു നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. ഇപ്പൊ പ്രിയമുള്ളവരെ, യഥാർത്ഥ ജ്ഞാനം നാം നേടുന്നത് വിശ്വാസത്താലാണ്. വിശ്വാസത്താൽ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഒരു വ്യക്തി സ്വീകരിക്കുമ്പോൾ ആ വ്യക്തിക്ക് യഥാർത്ഥ ജ്ഞാനമായി യേശുക്രിസ്തുവിനെ ലഭിക്കുന്നു. ആ യേശുക്രിസ്തുവിനെ അറിയുന്നത് തന്നെയാണ് യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത്. യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ യഥാർത്ഥ ജ്ഞാനം ഉണ്ടാകുന്നത്. ദൈവവചനം പറയുന്നു, ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ കോസ്മിക് വിസ്ഡം ഓഫ് ഗോഡ്. സകലവും ജ്ഞാനത്താൽ ഉളവാക്കി. 136 സങ്കീർത്തനത്തില് നാം വായിക്കുന്നുണ്ട്, ജ്ഞാനത്താൽ ആകാശത്തെ ഉളവാക്കിയവന്. അതാരാണ് ആകാശത്തെയും ഭൂമിയെയും ഒക്കെ ഉളവാക്കിയത്? യോഹന്നാന്റെ സുവിശേഷം 1 അധ്യായം, സകലോ അവൻ മുഖാന്തരം ഉളവായി. വചനം ജഡമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവിനാൽ സകലോ അവൻ മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. സകലത്തെയും ഉളവാക്കിയ ദൈവത്തിന്റെ ജ്ഞാനമായ യേശുക്രിസ്തു. യേശുക്രിസ്തുവിനെ ഒരു വ്യക്തിയായി, ഒരാളത്വമായി നാം മനസ്സിലാക്കുമ്പോൾ ആ ദൈവിക ജ്ഞാനം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരികയാണ്. അവൻ നമ്മുടെ ജ്ഞാനവും നീതിയും വീണ്ടെടുപ്പുമായി തീർന്നു. ഹീസ് അവർ വിസ്ഡം, ഹീസ് അവർ റൈറ്റ്വസ്നെസ് ആൻഡ് ഹീസ് അവർ റിഡംഷൻ. യഥാർത്ഥ ജ്ഞാനം കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോഴാണ് ഒരു വ്യക്തി യഥാർത്ഥമായ ജ്ഞാനം ഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് അറിയാം, ഭൗതികമായി ജ്ഞാനം നേടിയ അനേകർ, എൻ്റെ മനസ്സിൽ അനേകരുടെ ചിത്രങ്ങൾ കടന്നു വരുന്നുണ്ട്. ഞാനൊരു വ്യക്തിയെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ വ്യക്തി എല്ലാ ക്ലാസ്സുകളിലും, ചെറിയ ക്ലാസ് 1ാം ക്ലാസ് മുതൽ എല്ലാ ക്ലാസ്സുകളിലും, എഞ്ചിനീയറിംഗ് ഉൾപ്പെടെ ഇന്ത്യയിലെ ഏറ്റവും കൂടിയ ബിരുദം ഒക്കെ എടുത്തിട്ടുള്ള എല്ലാം ഫസ്റ്റ് റാങ്കിൽ പാസ്സായ വ്യക്തിയാണ്.
പക്ഷെ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതം തികച്ചും പരാജയമായി തീർന്നു. ഭൗതികമായി ധാരാളം ജ്ഞാനം സമ്പാദിച്ചു, പക്ഷെ ആ ഭൗതിക ജ്ഞാനമൊന്നും അദ്ദേഹത്തിന് ശരിയായ ഒരു വ്യക്തി ജീവിതം നയിപ്പാൻ കഴിഞ്ഞില്ല. വ്യക്തി ജീവിതം പരാജയമായി തീർന്നു. അതുപോലെയുള്ള അനേക ഉദാഹരണങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യജ്ഞാനത്തിന്റെ ഒരു പ്രത്യേകത അതിന് കുറച്ചൊക്കെ നന്മ ഉളവാക്കുവാൻ കഴിയുമെങ്കിലും അതിന്റെ ഒരു പരിണിത ഫലം, അനന്തര ഫലത്തെ നിയന്ത്രിക്കുവാൻ കഴിയാത്ത വിധം ഉള്ളതാണ്. മാനുഷിക ജ്ഞാനത്തിന് നേട്ടം ഇല്ലെന്നല്ല പറയുന്നത്, എന്നാൽ ആ നേട്ടം കൊണ്ട് മാത്രം മനുഷ്യന് നന്മ ഉളവാക്കുവാനായിട്ട് കഴിയുകയില്ല. യഥാർത്ഥത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി അറിയുന്നെങ്കിൽ മാത്രമേ മനുഷ്യന് ജീവിതം അനുഗ്രഹകരമായി തീരുന്നു. ലോകത്തിന്റെ ജ്ഞാനത്തിൽ മനുഷ്യന് ദൈവത്തെ അറിയുവാൻ കഴിയുകയില്ല. വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. മറ്റൊരു വിഷയം കൂടെ നിങ്ങളുടെ മുമ്പിൽ പ്രസ്താവിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത്ര വലിയവനായ ഒരു ദൈവത്തെ മനുഷ്യൻ എങ്ങനെ അറിയുവാനായിട്ട് കഴിയും? ഇത്ര വലിയവൻ എന്ന് ഞാൻ പറയുമ്പോൾ ഈ പ്രപഞ്ചം തന്നെ എത്ര വലുതാണ്. നാം വസിക്കുന്ന ഈ ഭൂമി സൗരയൂഥത്തിലെ, സോളാർ സിസ്റ്റത്തിലെ ഒരു ചെറിയ ഗ്രഹം മാത്രമാണ്. ആ ഗ്രഹത്തിന്റെ, ആ പ്ലാനറ്റിന്റെ ഒരു കോണിൽ ഇരുന്നാണ് നാം ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചവനായ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഈ സൗരയൂഥത്തിൽ തന്നെ, സൗരയൂഥത്തിന്റെ കേന്ദ്രമായ സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം തന്നെ എത്ര അധികമാണ്. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്ന പ്രകാശം 7 മിനിറ്റ് എടുക്കും സൂര്യനിൽ നിന്ന് ഭൂമിയിലെത്താൻ. സൂര്യനിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു പ്രകാശകിരണം ഭൂമിയിൽ എത്തുവാൻ 7 മിനിറ്റ് എടുക്കും എന്നാണ് ശാസ്ത്രജ്ഞന്മാർ കണക്ക് കൂട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര കോടി കിലോമീറ്റർ അകലെയാണ് ഈ സൂര്യനും ഭൂമിയും? ഈ സൗരയൂഥത്തിൽ തന്നെ എത്രയധികം നക്ഷത്രങ്ങളുണ്ട്, എത്രയധികം ഗ്രഹങ്ങളുണ്ട്. അങ്ങനെയുള്ള എത്രയോ സൗരയൂഥങ്ങൾ ചേർന്നതാണ് ആകാശഗംഗ എന്ന പേരിൽ, മിൽക്കി വേ, ക്ഷീരപഥം എന്ന പേരിൽ അറിയപ്പെടുന്നതായിട്ടുള്ള ഈ നക്ഷത്ര സമൂഹം. അതേപോലെയുള്ള എത്രയോ നക്ഷത്ര സമൂഹങ്ങൾ, എത്രയോ കോടി നക്ഷത്ര സമൂഹങ്ങൾ ചേർന്നതാണ് ഈ പ്രപഞ്ചം. അപ്പൊ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം ഈ പ്രപഞ്ചത്തെക്കാൾ ഒട്ടും ചെറിയവനല്ല, അതിലും വലിയവനാണ്. അവൻ ഈ പ്രപഞ്ചത്തിൽ ഉൾപ്പെടുന്നില്ല, ഈ പ്രപഞ്ചത്തിന് പുറമെയാണ്. അതെല്ലാവരും അംഗീകരിക്കുന്ന ഒരു സത്യം തന്നെയാണ്. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. കോടാകോടി നക്ഷത്രങ്ങളെ സൃഷ്ടിച്ച, കോടാകോടി സൗരയൂഥങ്ങളെ സൃഷ്ടിച്ച, ഈ വലിയ പ്രപഞ്ചത്തെയും കാണുന്നവയും കാണാത്തവയുമായ എല്ലാവരെയും സൃഷ്ടിച്ച ഈ ദൈവം എത്ര വലിയവനായ ദൈവമാണ്. ആ ദൈവത്തെ മനുഷ്യന്റെ ജ്ഞാനത്തിൽ അറിയുവാൻ കഴിയുമോ? ഒരിക്കലുമില്ല. ദൈവശാസ്ത്രം പഠിക്കുമ്പോൾ ആദ്യമായി ചോദിക്കുന്ന ഒരു ചോദ്യം, നമുക്ക് ദൈവത്തെ അറിയുവാൻ കഴിയുമോ, ദൈവത്തെ നമുക്ക് പഠിക്കുവാൻ കഴിയുമോ എന്നുള്ളതാണ്. ദൈവശാസ്ത്രം അല്ലെങ്കിൽ തിയോളജി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ഗോഡ് എന്നാണല്ലോ പറയുന്നത്. അപ്പോ ആദ്യത്തെ ചോദ്യം, ക്യാൻ വി സ്റ്റഡി ഗോഡ്? നമുക്ക് ദൈവത്തെ അറിയുവാൻ കഴിയുമോ? ഇത്ര വലിയവനായ ഒരു ദൈവത്തെ ഈ ചെറിയ മനുഷ്യന് ഈ ഭൂമിയുടെ ഒരു കോണിലിരുന്ന് ഈ ദൈവത്തെ കുറിച്ച് എന്തറിയുവാനായിട്ട് കഴിയും? പ്രശസ്തനായ ഒരു മലയാള കവി ഇപ്രകാരം പാടിയിട്ടുണ്ട്: അനന്തം അജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിന്റെ കോണിൽ എങ്ങോ ഇരുന്നൊരു മനുഷ്യൻ കഥയെന്നറിയൂ. എത്ര യാഥാർത്ഥ്യമാണ് ആ കവി വിളിച്ചറിയിക്കുന്നത്. ഇത്ര വലിയൊരു പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തെ ഈ മനുഷ്യൻ തന്റെ ചെറിയ ബുദ്ധിയിൽ, തന്റെ പരീക്ഷണ നാളിൽ, തന്റെ ടെസ്റ്റ് ട്യൂബിൽ, തന്റെ ഭൗമികമായ ശാസ്ത്ര അറിവിൽ ഈ ദൈവത്തെ തെളിയിക്കുവാനായിട്ട് അവന് കഴിയുമോ? ഒരിക്കലുമില്ല. ഈ ദൈവത്തെ മനസ്സിലാക്കുവാൻ കഴിയുമോ? ഒരിക്കലുമില്ല. പിന്നെ എങ്ങനെയാണ് മനുഷ്യൻ ദൈവത്തെ അറിയുന്നത്? തിയോളജി പഠിക്കുമ്പോൾ അതിന്റെ ഉത്തരം ഇപ്രകാരം പറയുന്നു: we can study God as much as God reveals himself to us. നമുക്ക് ദൈവത്തെ അറിയുവാൻ കഴിയും, ദൈവത്തെ പഠിക്കുവാൻ കഴിയും. എത്രമാത്രം ദൈവം തന്നെ എത്രമാത്രം നമുക്ക് വെളിപ്പെടുത്തിയോ അത്ര മാത്രമേ നമുക്ക് ദൈവത്തെ അറിയുവാനായിട്ട് കഴിയൂ. പ്രിയമുള്ളവരെ, ദൈവം, ഈ വലിയവനായ ദൈവം തന്നെ വെളിപ്പെടുത്തിയത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം, അവിടെ ഇപ്രകാരം പറയുന്നു: ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. നോബഡി ഹാസ് എവർ സീൻ ഗോഡ്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ദൈവത്തിന്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രൻ
the only begotten Son of God, the Lord Jesus Christ, revealed God to us. ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തന്നത് കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവാണ് ദൈവത്തിന്റെ ജ്ഞാനം എന്ന് പറയുന്നത്. ആ ദൈവത്തിന്റെ ജ്ഞാനമായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ, അവന്റെ നീതീകരണം നാം പ്രാപിക്കുമ്പോൾ, അവന്റെ നീതി നാം പ്രാപിക്കുമ്പോൾ, അവനിലൂടെയുള്ള വീണ്ടെടുപ്പ് നാം പ്രാപിക്കുമ്പോൾ, ദൈവത്തിന്റെ ജ്ഞാനം നമുക്ക് അനുഭവവേദ്യമായി തീരും. ആ ജ്ഞാനം പ്രാപിക്കുവാൻ പ്രിയമുള്ളവരെ, അതാണ് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം എന്ന് പറയുന്നത്. Therefore, അതുകൊണ്ട് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനവും ഭൗമിക ജ്ഞാനത്തിന്റെയും വ്യത്യാസം എന്ന് പറയുന്നത് കോൺട്രാസ്റ്റ് ഇൻ ഇറ്റ്സ് ഒറിജിൻസ്. ഒന്ന് ഉയരത്തിൽ നിന്ന് ദൈവത്തിന്റെ ജ്ഞാനമാണ്. ദൈവത്തെ സ്വീകരിക്കുമ്പോൾ, ദൈവത്തിന്റെ ജ്ഞാനമായ കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ, യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ നാം ദൈവത്തിന്റെ ജ്ഞാനം പ്രാപിക്കുക ചെയ്യും. ആ ജ്ഞാനം നന്മയ്ക്കായിട്ടുള്ളതാണ്. യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ നിത്യജീവൻ പ്രാപിക്കുക മാത്രമല്ല, ദിനംതോറുമുള്ള ജീവിതത്തിൽ ദൈവിക നന്മയും അനുഗ്രഹവും പ്രാപിപ്പാൻ, ദൈവത്തിന്റെ ഗൈഡൻസിൽ, ദൈവത്തിന്റെ വഴി നടത്തിപ്പിൽ ജീവിതം അനുഗ്രഹകരമായി തീരുവാനായിട്ട് കഴിയും. ആ ജീവിതങ്ങൾ മാത്രമേ യഥാർത്ഥത്തിൽ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ജീവിതങ്ങൾക്ക് മാത്രമേ ജീവിതം അനുഗ്രഹകരമായി പര്യവസാനിപ്പിക്കാനായിട്ട് കഴിയൂ. അല്ലെങ്കിൽ ലോകത്തിൽ കുറെ നേട്ടങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെന്നിരിക്കാം, പക്ഷെ അതിന്റെ എല്ലാം പരിണിത ഫലം നാം അറിയുന്നത് പോലെ, ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ, ആറ്റം ബോംബ് ഉണ്ടാക്കാനും വിദ്യുശക്തി ഉണ്ടാക്കാനും രണ്ടിനും ആറ്റമിക് പവറിന് കഴിയും. വിദ്യുശക്തി ഉണ്ടാക്കിയാൽ കുറച്ച് നന്മയുണ്ടാകും. അല്ലെങ്കിൽ ന്യൂക്ലിയർ മെഡിസിൻ രംഗത്ത് ആ ആറ്റം വിഭജിക്കുന്നതിനെ കുറിച്ചുള്ള അറിവ് വെച്ച് ന്യൂക്ലിയർ മെഡിസിനിലൂടെ കുറെ നന്മ ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിരിക്കും. പക്ഷേ അതിന് മറ്റൊരു അനന്തര ഫലമുണ്ട്. മനുഷ്യരാശിയെ ഭയത്തിൽ ആഴ്ത്തുന്ന, മനുഷ്യരാശിയെ മുഴുവൻ നശിപ്പിക്കുന്ന ഒരു ശക്തിയായി തന്നെ അത് മനുഷ്യന്റെ കയ്യിൽ ആയിത്തീരുക. നന്മയായി തീരുന്നത് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം മാത്രമാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി യഥാർത്ഥമായി സ്വീകരിക്കുമ്പോൾ, അവൻ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ, ആ പരിശുദ്ധനെ അറിയുമ്പോൾ, പരിശുദ്ധൻ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ നാം ദൈവിക ജ്ഞാനം പ്രാപിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ട്രൂ വിസ്ഡം കം ഫ്രം എബവ്. യേശു ക്രിസ്തുവിന്റെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കും. അതിന് ദൈവം നൽകിയിരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. ആ ദൈവത്തിന്റെ വചനവും നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, പരിശുദ്ധനെ കുറിച്ചുള്ള അറിവ്, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വിവേകം നമുക്ക് നൽകുന്നു. ആ ജ്ഞാനം നമുക്ക് പ്രാപിക്കാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കും.